Hello beautiful people, welcome back to yet another informative video of Triple I പ്ലസ് ടു ഇംഗ്ലീഷ്. ഒരു വലിയ കടമ്പയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത്ര വലിയ കടമ്പയല്ല കേട്ടോ, നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഡീൽ ചെയ്യാൻ പറ്റുന്ന, രസകരമായി ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കടമ്പ തന്നെയാണിത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോണേ. എന്തൊക്കെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ പ്ലസ് ടുവിൽ കാണാൻ പോണേ, എന്തൊക്കെയായിരിക്കും നമ്മൾ പഠിക്കുക, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവുക. കുറേ പേര് ചോദിച്ചിട്ടുള്ള, കുറേ പേര് കണ്ടിന്യൂസ്ലി കൺഫ്യൂസ്ഡ് ആയി കണ്ടിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പോൾ പ്ലസ് ടു ഇംഗ്ലീഷ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. ഓക്കെ, ലെറ്റ്സ് സി. നമ്മൾ പല ടേമിലായിട്ട്, അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, പല ടേമിലായിട്ടായിരിക്കും നമ്മുടെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നോക്കും. ഓരോ ടേമിലും എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ പ്ലസ് ടു ഇംഗ്ലീഷിൽ നമുക്ക് 16ഓളം ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. 16 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. 5ഓളം യൂണിറ്റുകളിലായിട്ട് നമ്മൾക്ക് ഏകദേശം 10-16 ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ചധികം ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇപ്രാവശ്യമുള്ള. രസകരമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേയധികം ചാപ്റ്റേഴ്സ്. അതിൽ കഥകളുണ്ട്, സ്പീച്ചുകളുണ്ട്, പോംസ് ഉണ്ട്, അനക്ഡോട്ട് ഉണ്ട്, പിന്നെ വൺ ആക്ട് പ്ലേസ് ഉണ്ട്, എസ്സേസ് ഉണ്ട്, ഇങ്ങനെ കുറേയധികം ലൈഫ് റൈറ്റിങ്സ് ഉണ്ട്. ഇങ്ങനെ കുറേയധികം വേഴ്സറ്റൈൽ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മൾ ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത്, ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ലിംഗ്വിസ്റ്റിക് എലമെൻറ്റും കൂടെ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. ലിംഗ്വിസ്റ്റിക് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജിൻ്റെ പാർട്ടായിട്ടുള്ള ഗ്രാമർ ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമാറ്റിക്കൽ എലമെൻറ്റ്സ് ദാറ്റ് വി ക്യാൻ യൂസ് ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന സമയത്ത്. അങ്ങനെ നിങ്ങൾക്കൊരു ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ എക്വിപ്ഡ് ആക്കണോ ആ രീതിയിലൊക്കെ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ലാംഗ്വേജ് എലമെൻറ്റ്സും കൂടെ പ്ലസ് ടുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കാണാൻ പറ്റും ലാംഗ്വേജ് എലമെൻറ്റ്സ് അത് ഉദ്ദേശിച്ചിരിക്കുന്ന ഗ്രാമാറ്റിക്കൽ പാർട്ടുകളാണ്. അപ്പം അതും നമ്മളിവിടെ പഠിക്കുന്നുണ്ടാവും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ ചാപ്റ്റേഴ്സും, ഓരോ യൂണിറ്റിലും, ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെയാണ്, ഓരോ ടേമിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യം ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും മേ ബി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ്, ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ 3 L's ഓഫ് എംപവർമെൻറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് 3 L's, അതിലേക്കൊക്കെ നമ്മൾ പോകും. ഓക്കെ, 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ചാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് എനി വുമൺ എന്ന് പറയുന്ന ഒരു പോം. എനി വുമൺ എന്ന് പറയുന്ന ഒരു ഭയങ്കര എന്താ പറയണ്ട, ഭയങ്കര പ്രചോദനാത്മകമായിട്ടുള്ളൊരു പോമാണ്. അതാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൊറിഗല്ലു എന്ന് പറയുന്ന ഒരു അനക്ഡോട്ടാണ്. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി വരുന്നുണ്ട്. അതുപോലെ ലാംഗ്വേജ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ മെൻഡിങ് വോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോം. മെൻഡിങ് വോളാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യരുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, മനുഷ്യന്മാർ അതിരുകൾ മാറ്റി വയ്ക്കാറുണ്ട്, അതിരുകൾ തിരിക്കാറുണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു പോമായിരിക്കും മെൻഡിങ് വോൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. 2 ബ്രദേഴ്സിൻ്റെ അല്ലെങ്കിൽ 2 ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്ന, 2 ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്ന, നിങ്ങൾ ഈ ആലപ്പുഴ ജിംഖാനയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറേയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിരിക്കും അമിഗോ ബ്രദേഴ്സ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ടേമിൽ, നമ്മുടെ ഫസ്റ്റ് ടേമിൽ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ആർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേ ആണ്. ദി ആർ ഓഫ് ട്രൂത്ത് ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു നാടകമാണ്. എന്നാൽ ഭയങ്കര ഫണ്ണി വേയിൽ പോയിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കൂടെ കുറേയധികം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടേമിലും ഇങ്ങനെ ലാംഗ്വേജ് എലമെൻറ്റ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതും പഠിക്കാനുണ്ട്. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ടേമിൽ വരുന്നുണ്ടാവുക. ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും വരിക. സെക്കൻഡ് ടേമിലേക്ക് വരുന്ന സമയത്ത് 3 വീൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പഠിക്കാനായിട്ടുണ്ട്. ദീദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് റൈറ്റിംഗ് വരുന്നുണ്ട്. സ്റ്റാമർ is another poem. It's a beautiful poem that we have to study. പിന്നീട് when a sapling is planted എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ച്, എൻവയൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ സംസാരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു സ്പീച്ചാണ് when a sapling is planted എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലാംഗ്വേജ് എലമെൻറ്റ്സ് ആസ് വി ഡിസ്കസ്ഡ് അത് വരുന്നുണ്ട്. റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോം പഠിക്കാനായിട്ടുണ്ട്. ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എസ്സേ ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാടധികം പ്രസക്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു എസ്സേ ആണ് നമുക്ക് അടുത്തായിട്ട് വരാനുള്ളത്. പിന്നെ ലാംഗ്വേജ് എലമെൻറ്റ്സ് വി ഡിസ്കസ് നിങ്ങൾക്ക് കാണാൻ പറ്റും PPTയിൽ. പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടൊരു വൺ ആക്ട് പ്ലേ വരുന്നുണ്ട്. ആൻഡ് അതിന് ശേഷമാണ് ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ. രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ട്രീറ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും അത്. ഇത്രയായിരിക്കും നമുക്ക് ടേം 2 വരുന്നുണ്ടാവുക.
ഫൈനൽ ടേമിലേക്ക് വരുന്ന സമയത്ത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറി. ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഒരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള റിലേഷൻ സംസാരിക്കുന്ന ഒരു വേഴ്സറ്റൈലായിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ഒക്കെ കുറച്ച് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ലാംഗ്വേജ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള, അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് വരുന്നുണ്ട്, ടെൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് നമ്മൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ വരിക. പാർട്സ് ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെ അതുമായിട്ടൊക്കെ ഡിസ്കഷനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള സകലമായ ഡിസ്കഷൻസും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്രയധികം കാര്യങ്ങളാണ് നമുക്ക് +2 ഇംഗ്ലീഷിൽ സ്പെസിഫിക്കലി പഠിക്കാനായിട്ട് വരുന്നുണ്ടാവുക. സോ അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സംതിങ് ന്യൂ. പുതിയതല്ല, ഒരുപക്ഷെ കുറേ പേർക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഗോദ എന്ന് പറഞ്ഞിട്ടൊരു +2 വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഗോദ എന്നാണ് ബാച്ചിൻ്റെ പേര്. പെക്യൂലിയർലി അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഫോർ +2 സ്റ്റുഡൻസ്, അവരുടെ +2 കോമേഴ്സിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ +2ലുള്ള ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും, അതിപ്പം എക്കണോമിക്സ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ബിസിനസ് സ്റ്റഡീസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സകലമാന സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസിലേക്ക് പോകുന്ന ഒരു ബാച്ചായിരിക്കും ഗോദ ബാച്ച്. ഇതിൽ അതിനൊക്കെയുള്ള കോച്ചിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാവുന്നതാണ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ ഇൻ ദ ഈസിയസ്റ്റ് വേ പോസിബിൾ. ഏറ്റവും ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് പല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും, അത് ഏത് സബ്ജക്റ്റിൻ്റെ ആണെങ്കിലും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ സ്റ്റുഡൻസായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഏറ്റവും ഈസിയസ്റ്റ് വേ പോസിബിൾ ആ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കോൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ചാപ്റ്റർ എലാബറേഷൻ, ചാപ്റ്റർ ഡിസ്കഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക. സോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയാണ്. പിന്നെ രണ്ടാമത് വരുന്നത് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും. യു വിൽ ബി ഗെറ്റിംഗ് റെക്കോർഡഡ് ക്ലാസ്സസ്. ഓരോ ചാപ്റ്ററും പല പാർട്ടുകളായിട്ടാണ്, ഡിഫറെൻറ്റ് പാർട്ട്. കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഇരിക്കാൻ പറ്റുന്നതിനൊരു അറ്റൻഷൻ സ്പാൻ ഉണ്ടല്ലോ. അപ്പം അത് ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ പറ്റുന്നതും ഏറ്റവും ഷോർട്ടായിട്ട് ചെറിയ റെക്കോർഡഡ് സെഷൻ, ചെറിയ പാർട്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് വരിക. അപ്പം ഇൻ മെനി വേയ്സ് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ക്ലാസ് ഷെഡ്യൂൾ ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ത്രൂ വാട്സാപ്പ് കമ്മ്യൂണിറ്റി. അതായത് നിങ്ങൾ വൺസ് യു ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആഡ് ആവും. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ഇൻഫർമേഷനും എവിടെയായിരിക്കും വരിക, ആ കമ്മ്യൂണിറ്റിയിൽ, ആ ഗ്രൂപ്പിലേക്കായിരിക്കും വരിക. അതിലേക്കായിരിക്കും നിങ്ങളുടെ സ്കെഡ്യൂളുകളും മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും ഒക്കെ വരുന്നുണ്ടാവുക. ആ രീതിയിലായിരിക്കും ഒരു രീതിയിലായിരിക്കും അത് പോകുന്നുണ്ടാവുക. സോ അത് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ നമ്മൾ ക്ലാസ് എടുക്കുന്ന അതിൻ്റെ PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. സോ അതും നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. വീക്ക്ലി ലൈവ് സെഷൻസ് ഫോർ ഡൗട്ട് ക്ലിയറൻസ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് ഒക്കെ കാണാം. അതിനുശേഷം സ്വാഭാവികമായിട്ടും ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആർക്കാണെങ്കിലും സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്പേസ് കിട്ടുകയാണ്. അതായത് എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ആൻഡ് സാറ്റർഡേ നമുക്ക് ലൈവ് സെഷൻസ് ഒരു ആപ്പ് ത്രൂ നമുക്ക് ലൈവ് സെഷൻസ്, അതേത് ആപ്പാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ആപ്പ് ത്രൂ നിങ്ങൾക്കൊരു ലൈവ് സെഷൻ ഡയറക്റ്റ്ലി എന്താ ചെയ്യുക, നിങ്ങളുടെ ഫാക്കൽറ്റി ആയിട്ട് സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് അവിടെ വരികയാണ്. അപ്പോൾ ആ ഒരു ലൈവിൽ കൂടെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത് ക്ലിയർ ചെയ്യാം, ക്ലാരിഫൈ ചെയ്യാം. ആ ഡൗട്ട്സ് മുന്നേ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് ത്രൂ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് അറിയിക്കാനും പറ്റും. അതിനുള്ള ഗൂഗിൾ ഷീറ്റൊക്കെ നിങ്ങൾക്ക് മുന്നേ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഷെയർ ചെയ്ത ഗൂഗിൾ ഷീറ്റിലുള്ള ഡൗട്ട്സും കൂടെ അഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതും നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് വരുന്ന ചാപ്റ്റർ വൈസ് എക്സാമിനേഷനാണ്. ചാപ്റ്റേഴ്സ് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ പോർഷൻസിൻ്റെ ശേഷം നമ്മൾ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ ഒരു പ്രോഗ്രസ്, നിങ്ങൾ എത്രത്തോളം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കും അവിടെ നടക്കുക. പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, PYQs ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. മൾട്ടിപ്പിൾ ഇയറിൽ മുന്നത്തെ പല വർഷങ്ങളിലായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അവിടെ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം എപ്പോഴും പഠിക്കുമ്പം ഒരു ആക്യുറേറ്റ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി പഠിക്കുക എന്നുള്ളതാണ്. അത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ഡെഫിനറ്റ്ലി അത് അവിടെ ഉണ്ടായിരിക്കും ഓരോ സബ്ജക്റ്റിൻ്റെയും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഗോദ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. വളരെ ഹെൽപ്ഫുൾ ആവും എന്നാണ് വിചാരിക്കുന്നത്. കുറേ പേര് ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മളിങ്ങനെ ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും
നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I'll come back with another video. Thank you so much. Once again, thank you so much for watching.